ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ചേമ്പ് വിത്താണ് കേട്ടോ. ഞങ്ങളിവിടെ ഈ സൈഡിലൊന്നും ഇത് ജാസ്തി കാണാനൊന്നും കിട്ടത്തില്ല. പക്ഷെ എൻ്റെ ഉമ്മാൻ്റെ ആ ഭാഗത്ത് ആണെങ്കിൽ അവിടെ ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടി. ഇത് ചേന, ചേമ്പും വിത്ത്, ചേന, അങ്ങനത്തെ എല്ലാ ഐറ്റങ്ങളും ആ ഭാഗത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പോൾ കുറച്ച് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായി കറി വെച്ച് നോക്കാം. ഞാനിത് ചെയ്തിട്ടും തിന്നാതും കുറേ കാലമായി കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് കൊടുന്നതാണ് ഞാൻ വരുമ്പോൾ. അപ്പോൾ ഇതിനെ എങ്ങനെ ആക്കണമെന്നറിയില്ല. അങ്ങനെ ഞാൻ യൂട്യൂബിലും നാത്തൂനും എല്ലാം ഫോൺ വിളിച്ച് ചോദിച്ചിട്ടാണ് ഞാൻ ഇതാക്കൽ. അപ്പോൾ നാത്തൂൻ പറഞ്ഞ് ആദ്യം വേവിച്ചിട്ട് പിന്നെ തോലെടുത്താൽ മതി. അങ്ങനെ ഞാൻ ഫസ്റ്റ് വേഗം വെച്ചതാണ്. വേഗം വെച്ചപ്പോൾ എളുപ്പപ്പണിയാണ്. നല്ല വേഗം വെച്ചിട്ട് തോലെടുത്തപ്പോൾ നല്ലപോലെ തോല് കിട്ടും കേട്ടോ. അപ്പോൾ മീൻ മസാല മാതിരി ചെയ്താൽ മതി, മീൻ മസാല ഇട്ടിട്ട് കറി ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഞാൻ അതിനുള്ളത് മസാല, മുളക്, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, പിന്നെ പുളി ഇച്ചിരി ജാസ്തി ഇടാൻ പറഞ്ഞിട്ടുണ്ടായി കേട്ടോ. പിന്നെ ഇച്ചിരി ഇഞ്ചി, പിന്നെ ഒരു ഹാഫ് സവാള ഞാൻ ഇട്ടിട്ട് ഒന്ന് മസാല അരച്ചെടുത്തിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ഇത് ചേമ്പ് വിത്തും വലിയതായതുകൊണ്ട് ഞാൻ ഒന്ന് കഷ്ണം ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു ടൊമാറ്റോ ഒരു സവാളും ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായി. അതിൻ്റെ ഇടയിൽ വെള്ളം ചൂടായിട്ട് ഞാൻ ചോറിന് അരിയിട്ടതാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനിയൊരു അടുപ്പിൽ ഞാൻ കരിക്കുള്ള പരിപാടിയിലാണ്. അപ്പം ആദ്യം ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ആ ടൊമാറ്റോ ഒന്ന് ഇട്ടിട്ട് എന്നിട്ട് അരച്ച് വെച്ച മസാല ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഞാൻ ഒന്ന് തളിച്ചെടുത്തിരിക്കണം. ഇത് ആൾറെഡി വെന്തതുകൊണ്ട് ഞാൻ ജാസ്തി വേവിക്കാനൊന്നും നിന്നിട്ടില്ല. ഒരു തിളക്കം അങ്ങോട്ട് ആഫാക്കിയിട്ടുണ്ടായി കേട്ടോ. അപ്പം കറി ഞങ്ങളിത് റെഡി ആയിക്കണം. അങ്ങനെ പിന്നെ അതിന് സൈഡ്സ് ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ ചന്തയിൽ നിന്ന് കൊടുന്ന ഒരു ക്യാബേജ് ഉണ്ടായത്. അപ്പോൾ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് മുറിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കാണ്ട് അതിൻ്റെ ഇടയിൽ എനിക്ക് കറിവേപ്പില ഉണ്ടായിട്ടില്ല, കാലിയായിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ആ കറിവേപ്പില പറിക്കാനായിട്ട് പോയത്. പക്ഷേ കറിവേപ്പിലൻ്റെ പേരിന് ചെടിയുണ്ട്, പക്ഷേ അത് ആവശ്യത്തിന് കിട്ടുമില്ല. അങ്ങനെയാണ് മേലാണ് കേട്ടോ, കുറേ ഹൈറ്റിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ചാടി എടുത്തിട്ടൊന്നും നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല. ലാസ്റ്റ് അവിടെ ഉള്ളൊരു കോലെടുത്തിട്ട് ഞാൻ അടിച്ച് കഴിച്ചിട്ട് ഞാൻ എടുത്തിട്ട് ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. അത് കൊടുന്നിട്ട് ഞാൻ കരിയിൽ ഒരു പീസ് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കഴുകിയിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നതാണ് ഞാൻ. നല്ല സ്മെല്ലായി കാരണം കറിവേപ്പില ഏതിനിട്ടാകും നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ. അപ്പോൾ അത് കറി റെഡി ആകുമ്പോഴത്തേന് ഇപ്പുറത്ത് ചോറ് റെഡി ആയിക്കണം. അപ്പോൾ ചോറൊന്ന് വാർത്തെടുത്ത് നെക്സ്റ്റ് കോസുപ്പേരിനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇച്ചിരി എണ്ണ ഇട്ടിട്ട് അതിൽ കടുക് പൊട്ടിച്ചിട്ട് അതിക്ക് സവാളയും പിന്നെ 2 പച്ചമുളകും പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുള്ളൂ. അത്ര പേരൊന്നും ഞാൻ ചേർക്കാറില്ല. അങ്ങനെ അതൊന്ന് കോസൊന്ന് കഴുകിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു ഇച്ചിരി വെള്ളം കുറച്ച് ഉപ്പും ഇട്ടിട്ട് വേഗം വെച്ച് കൊടുത്തിട്ടോ. അപ്പോൾ അവിടേക്ക് കോസുപ്പേരി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഉച്ചത്തെ ലഞ്ചിൻ്റെ പരിപാടികൾ ഇത്ര ഐറ്റം ഉണ്ടെന്നൊന്നും വിചാരിക്കേണ്ട. ഇത് ഇന്നലത്തെ നീരുള്ളിപ്പൂവിൻ്റെ ഉപ്പേരിയും പിന്നെ ഇന്നലത്തെ സാമ്പാറും കുറച്ചുണ്ടായിട്ടോ അതിൻ്റെ ഒപ്പം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിയാൽ